എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മെമ്മറി ലീക്ക്. അപ്പോൾ നമ്മൾ മെമ്മറി അലോക്കേഷൻ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അതിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്കറിയാവുന്നത് മെമ്മറി ലീക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അവിടെ നോക്കുക. എ പാർട്ട് ഓഫ് മെമ്മറി seems to be disappear on every run of a program. If memory is not allocated, this situation is known as memory leak. അപ്പം നമുക്ക് അറിയാവുന്ന പോലെ രണ്ട് മെമ്മറി ലീക്ക് ഉണ്ടാവുന്നത് സാധാരണയായിട്ട് മെമ്മറി കാണാതാവുക, നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി കാണാതാവുക. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഡൈനാമിക് മെമ്മറിയിൽ സാധാരണ നമുക്ക് അറിയാം ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറി അവസാനിപ്പിക്കണമെങ്കിൽ ഡി അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉപയോഗിക്കണം. ഇത് രണ്ടും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഡിലീറ്റ് ഓപ്പറേറ്റർ ചില സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ മറക്കും അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കും. ആ വരുന്ന സിറ്റുവേഷനിലാണ് സാധാരണയായിട്ട് മെമ്മറി ലീക്ക് വരിക. അപ്പോൾ ഇങ്ങനെ വരുന്ന മെമ്മറി ലീക്കിന് ആകെയുള്ളൊരു മാർഗം എന്ന് പറയുന്നത് റെമഡി ഫോർ മെമ്മറി ലീക്ക് ഈസ് ടു എൻഷുർ ദാറ്റ് ദ മെമ്മറി അലോക്കേറ്റഡ് ത്രൂ എ ന്യൂ ഈസ് പ്രോപ്പർലി ഡീഅലോക്കേറ്റഡ് ത്രൂ ഡിലീറ്റ്. അപ്പോൾ ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ആ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ആ പ്രോഗ്രാമിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ കൂടി ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി അവിടെ വേസ്റ്റായിട്ട് നിൽക്കും. ഓരോ പ്രാവശ്യം റൺ ചെയ്യും തോറും മെമ്മറി ഉണ്ടായിക്കൊണ്ടിരിക്കും, പക്ഷേ നമുക്ക് ഉപയോഗത്തിൽ പെടില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അടുത്ത പ്രോഗ്രാമിന് വേണ്ടി അത് ഉപയോഗത്തിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെമ്മറി ഓരോ പ്രാവശ്യം ഓരോ റണ്ണിങ്ങിലും മെമ്മറി ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കും. ആ ലീക്കായ സിറ്റുവേഷനാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കാരണങ്ങളാണ് ഈ മെമ്മറി ലീക്കിന് ഉള്ളത്. ഒന്ന്, ഫോർഗെറ്റിംഗ് ടു ഡിലീറ്റ് മെമ്മറി ദാറ്റ് ഹാസ് ബീൻ അലോക്കേറ്റ് ഡൈനാമിക്കലി യൂസിങ് ന്യൂ. അതായത് നമ്മൾ മറന്നു പോവുക. അതായത് മെമ്മറി അലോക്കേറ്റ് ചെയ്ത ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്ത കാര്യം നമ്മൾ മറന്നുപോയി. ഡൈനാമിക്കായിട്ട് അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ഉപയോഗിക്കണം എന്ന കാര്യം മറന്നുപോവുക. ഡിലീറ്റ് ഉപയോഗിക്കാതിരിക്കുക, ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാതിരിക്കാതെ. രണ്ടാമത്തെ കാര്യം, ഫെയിലിംഗ് ടു എക്സിക്യൂട്ട് ദ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു പുവർ ലോജിക് ഓഫ് ദ പ്രോഗ്രാം കോഡ്. അതായത് ഏതെങ്കിലും നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൻ്റെ ലോജിക് പ്രോബ്ലം കൊണ്ട് ആ പ്രോഗ്രാമിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഉണ്ടെങ്കിലും ആ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ വർക്ക് ചെയ്യാതെ വരിക, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ലോജിക്കിൽ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് തെറ്റ് വരിക, അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത സിറ്റുവേഷൻ വരിക. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് സാധാരണയായിട്ട് ഡിലീറ്റ് ഉപയോഗിക്കാത്ത സിറ്റുവേഷൻസ് വരെ. ഇങ്ങനെ ഏത് രണ്ട് സാഹചര്യത്തിൽ ഡിലീറ്റ് ഉപയോഗിക്കാതെ വന്നാലും എന്ത് സംഭവിക്കും? മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ സംഭവിക്കും. ഇനി നോക്കുക, നമ്മൾ ഒരു പ്രോഗ്രാം കോഡ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം കോഡ്. അതിലെന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കണേ എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഇവിടെ നോക്കുക, ഇൻറ്റ് സ്റ്റാർ PTR1, സ്റ്റാർ PTR2 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ഇത് വരുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. ഇതിന് രണ്ട് ഇൻറ്റിജർ പോയിൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണു. അപ്പോൾ സ്റ്റാർ കണ്ടാൽ മനസ്സിലാക്കുക എന്ന് നടക്കണമെന്ന് അർത്ഥം. രണ്ട് പോയിൻ്റർ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അർത്ഥം. രണ്ടാമത് നമുക്ക് ഇതേ PTR1 എന്ന് പറഞ്ഞ പോയിൻ്റർ വേരിയബിൾ, PTR2 എന്ന് പറഞ്ഞ പോയിൻ്റർ വേരിയബിൾ. നമുക്കറിയാവുന്ന പോലെ ആ പോയിൻ്റർ ഇൻറ്റിജർ പോയിൻ്റർ ലൊക്കേഷൻസിന് വേണ്ടി മാത്രമാണ്. ഈ രണ്ട് ലൊക്കേഷനിലും ഇൻറ്റിജർ ലൊക്കേഷൻ്റെ മെമ്മറി അഡ്രസ്സുകൾ മാത്രമാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, PTR1 PTR2. PTR1 is equal to new int of 5.
എന്ന് പറഞ്ഞാൽ എന്ത്? ന്യൂ ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഇൻറ്റിജർ മെമ്മറി ലൊക്കേഷൻ ഡൈനാമിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഡൈനാമിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കുന്നത് ഈ ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. ന്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് ഡാറ്റ ടൈപ്പാണ് കൂടെ കൊടുക്കണമെങ്കിൽ ആ ഡാറ്റ ടൈപ്പ് ഡൈനാമിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും മെമ്മറിയിൽ. പക്ഷേ ഇതിൽ അത് മാത്രമല്ല സംഭവിക്കുന്നത്. ഇതിൽ ഈ ഇങ്ങനൊരു മെമ്മറി ലൊക്കേഷൻ, ഇൻറ്റിജർ മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഇതിൽ ബ്രാക്കറ്റിൽ ഒരു 5 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടിട്ട് എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നു. ആ നടക്കുന്ന ഇൻറ്റിജർ മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ സെറ്റ് ചെയ്യുകയും ചെയ്യും. ഈ 5 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ പോയിൻ്റർ ആയിരിക്കും PTR1 എന്ന് പറയുന്നത്. നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 ഇനിഷ്യലൈസ് ചെയ്ത് മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിന് വിചാരിക്കുക അതിൻ്റെ മെമ്മറി അഡ്രസ്സ് 1000. ഇത് മാത്രമല്ല സംഭവിക്കണേ, ഈക്വൽ ടു PTR1 എന്ന് നിങ്ങൾ കൂടെ കൊടുത്തിരിക്കുന്ന കാരണം PTR1 ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കാരണം ഇതിൻ്റെ മെമ്മറി അഡ്രസ്സ് PTR1 എന്ന് പറയുന്നത് പോയിൻ്റർ മെമ്മറി അഡ്രസ്സാണ്. എന്ന് പറഞ്ഞാൽ പോയിൻ്റർ കീപ്പ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി അഡ്രസ്സ്. ആ പോയിൻ്റർ മെമ്മറി അഡ്രസ്സ് 1000, അതാണ് ഇവിടുത്തെ 1000 എന്ന് പറഞ്ഞ മെമ്മറി അഡ്രസ്സും കൂടി സ്റ്റോർ ചെയ്യപ്പെടും. എവിടെ? PTR1 സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ PTR1 സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ലൊക്കേഷനിലോട്ടുള്ള ഈ 5 എടുക്കുന്ന ഈ ലൊക്കേഷനിലോട്ടുള്ള ഒരു പോയിൻ്ററാണ് PTR1. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 1000 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ PTR1 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോയിൻ്ററാണ്. എവിടേക്കുള്ള 5 എന്ന് പറഞ്ഞ ലൊക്കേഷനിലോട്ടുള്ള ഒരു പോയിൻ്ററാണ് PTR1. ഇനി അടുത്ത് നോക്കുക, PTR2 ഈസ് ഈക്വൽ ടു PTR1. 1 + 1 എന്ത് സംഭവിക്കും? PTR2 ഈക്വൽ ടു PTR1 + 1. PTR1ൻ്റെ വാല്യൂ 1000. അതിൻ്റെ കൂടെ 1 കൂട്ടും എന്നല്ല അർത്ഥം. 1 കൂട്ടും എന്നല്ല അർത്ഥം. എൻ്റെ അർത്ഥം ഒരു മെമ്മറി ലൊക്കേഷൻ ആഡ് ചെയ്യുമെന്നാണ്. ഒരു മെമ്മറി ലൊക്കേഷൻ ആഡ് ചെയ്യുമെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു PTR1ൻ്റെ കണ്ടൻറ്റിൻ്റെ കൂടെ ഒരു മെമ്മറി ലൊക്കേഷൻ ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം, അപ്പോൾ PTR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കിടക്കുന്ന 1000. ഈ 1000ൻ്റെ കൂടെ ഒന്നുകൂടെ ഒരു ലൊക്കേഷൻ കൂട്ടുക. ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്, ഇൻറ്റിജറിന് 4 ബൈറ്റ്. ആ 4 ബൈറ്റ് കൂട്ടുമ്പോൾ അടുത്ത് വരുന്നത് 1004 ഈ 1004 എന്ന് പറഞ്ഞ വാല്യൂ ആണ് PTR2ലേക്ക് സെറ്റ് ആവുക. അപ്പോൾ 1004 എന്ന് പറഞ്ഞ ലൊക്കേഷൻ പോയിൻ്റ് ചെയ്യുന്ന പോയിൻ്ററായിട്ട് മാറിയാൽ PTR2 എന്ന് പറയും. മനസ്സിലായി? അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ +1 എന്ന് പറഞ്ഞാൽ പോയിൻ്ററാണ് ഇടപെട്ടെങ്കിൽ, അല്ലെങ്കിൽ പോയിൻ്റിന് കൂടിയാണ് നിങ്ങൾ കൂട്ടണമെങ്കിൽ, 1 കൂട്ടണമെങ്കിൽ അതിനർത്ഥം ഒരു ലൊക്കേഷൻ കൂട്ടാണ് എന്നാണ് അർത്ഥം. ഒരു ലൊക്കേഷൻ ആഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അല്ലാണ്ട് 1 എന്ന് പറഞ്ഞ വാല്യൂ ഒരിക്കലും പോയിൻ്റർ വേരിയബിളിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അത് സാധാരണ ഇൻറ്റിജറിൻ്റെ കൂടെയാണ് പറ്റുള്ളൂ. അടുത്ത് നോക്കിയേ, ++ PTR2. ++ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. PTR2ൻ്റെ കൂടെ 1 കൂട്ടാന്ന് അർത്ഥം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PTR2ൽ കിടക്കുന്ന വാല്യൂ എത്രയാണ്? 1004 കിടക്കുന്നുണ്ട്. ആ 1004 കൂടെ 1 കൂട്ടുക, ഒരു ലൊക്കേഷൻ കൂട്ടുക. അപ്പോൾ 1004 + 4 വരും. അപ്പോൾ 1008 വരും. കാരണം 4 ലൊക്കേഷൻ ആഡ് ചെയ്യണം, 4 ബൈറ്റ് ആഡ് ചെയ്യും. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്. അപ്പോൾ ആ ഒരു ബൈറ്റ് 4 ബൈറ്റ് ആഡ് ചെയ്യണം. 4 ബൈറ്റ് ആഡ് ചെയ്യുമ്പോൾ 1008 വരിക. അപ്പോൾ 1008 എന്ന് പറഞ്ഞായിരിക്കും മാറും. അപ്പോൾ അതിനർത്ഥം നിങ്ങളിതിൽ കാണുന്ന പോലെ ഈ PTR2ൽ 1004 ആയിരുന്നത് മാറി ഇപ്പോൾ എത്രയായി? 1008. ഒരു ലൊക്കേഷൻ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ട് ഇനിയും സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. നോക്ക്, cout PTR1 എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ PTR1ൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാന്ന്. PTR1ൻ്റെ വാല്യൂയിൽ ആദ്യം നമ്മൾ കൊടുത്ത 1000 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നുണ്ട്. 1000 എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യുക, അതിലൊന്നും വ്യത്യാസങ്ങളില്ല.
അടുത്തത് സി ഔട്ട് സ്റ്റാർ PTR1. ഇവിടെയാണ് നോക്കേണ്ടത്. നിങ്ങൾ ആദ്യത്തെ ഇതിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. സി ഔട്ട് സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ സ്റ്റാർ PTR വാല്യൂ പ്രിൻ്റ് ചെയ്യാനർത്ഥം. PTR1 എടുക്കുന്ന സ്ഥലത്തിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം PTR1 എന്ന് പറയുന്നത് 1000. ഈ 1000 സൂചിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ 5 പ്രിൻ്റ് ചെയ്യുക എന്നർത്ഥം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് എന്നാണ് അർത്ഥം. അത് പോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വാല്യൂ അത് 5ആണ്. അത് എവിടേക്കാണ് ചൂണ്ടിക്കാണിക്കണേ? ഈ 5 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആ വാല്യൂ എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ 5 എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യും. ഇത് നോക്കിയാൽ PTR2 പ്രിൻ്റ് ചെയ്യുക എന്നർത്ഥം. എത്ര PTR2 എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്നത് പോയിൻ്റ് നിൽക്കുന്നത് 1008ലേക്കാണ്. അപ്പോൾ ഈ 1008 എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻ്റ് ചെയ്യുക എന്നർത്ഥം. സ്റ്റാർ എന്ന് പറഞ്ഞാലാണ് ചൂണ്ടിയാണ് സ്ഥലം പ്രിൻ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1008ആണ്. അത് ഇതിൽ തെറ്റായിട്ട് പറഞ്ഞാൽ 1008 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. 1008 കേട്ടോ. ഇപ്പോൾ 1000 എന്ന് പറയുന്നതല്ല 1008 എന്ന് പറയുന്നത് പ്രിൻ്റിങ്. കാരണം PTR2 എന്ന് പറയുന്നത് കിടക്കുന്നത് ഇപ്പോൾ കിടക്കുന്നത് 1008ലാണ്. അപ്പോൾ 1008 എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻ്റ് ചെയ്യും. ഇനി അടുത്ത് നോക്കും സ്റ്റാർ PTR2 എന്തായിരിക്കും? സ്റ്റാർ PTR2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ അറ്റ് PTR2 പോയിൻ്റ് ചെയ്യുന്നത് 1008 ആണ്. 1008 എന്ന് പറഞ്ഞ സ്ഥലത്ത് വാല്യൂ എടുക്കുന്നത് എത്രയാണ്? അത് ഏതെങ്കിലും വാല്യൂ 8, 9 എത്രയെങ്കിലും വാല്യൂ എടുക്കണമെന്ന് വിചാരിക്കുക. ഏതാ വാല്യൂ എടുക്കണമെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞത് എഗെയിൻ ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോയിൻ്റർ ഇതാ 5 അല്ല, ഇതിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യും. സ്റ്റാർ PTR1 + 1. സ്റ്റാർ PTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTR1 പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ അറ്റ് PTR1 എന്ന് പറഞ്ഞാൽ ഈ 5 PTR1 എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് 5ൻ്റെ കൂടെ 1 കൂട്ടുക, അത്രേ അർത്ഥമുള്ളൂ. എത്ര വരും? 6 വരും. 5 + 1 6. ദെൻ സ്റ്റാർ PTR1 + 2. അപ്പോൾ മാറി. ഇതിൻ്റെ അർത്ഥം ഈ സ്റ്റാർ ഇതിന് രണ്ടിനും ഉണ്ട്. സ്റ്റാർ രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം PTR1 + 2 എന്ന് പറഞ്ഞാൽ PTR1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ +2 എന്ന് പറഞ്ഞാൽ 2 ലൊക്കേഷൻ ആഡ് ചെയ്യുക. 2 ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 1008. ഈ 1008 എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ലൊക്കേഷൻ. അപ്പോൾ ആ ലൊക്കേഷൻ 2 കൂട്ടി കിട്ടിയ ലൊക്കേഷൻ്റെ കണ്ടൻറ്റ് പ്രിൻ്റ് ചെയ്യുക അല്ലെങ്കിൽ വാല്യൂ ആയിട്ട് പ്രിൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 1008 എടുക്കണ വാല്യൂ എത്രയാണെങ്കിൽ ഇത് 1008 എടുക്കുന്ന വാല്യൂ ആണെങ്കിൽ എത്രയാണെങ്കിൽ അത് പ്രിൻ്റ് ചെയ്യാൻ നടക്കും 1008. അപ്പം ഇങ്ങനെ പല രീതിയിൽ നമ്മളോട് ചോദിച്ചു എന്ന് വരാം. ആ ചോദിച്ചത് അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തൽക്കാലം ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് പറയാനായിട്ട്. PTR1 PTR എന്ന് പറഞ്ഞാൽ ഒന്ന് മൈനസ് ഇൻക്രിമെൻ്റ് ചെയ്യുക. അപ്പോൾ ഒരു ലൊക്കേഷൻ ഇൻക്രിമെൻ്റ് ചെയ്യുക എന്നർത്ഥം. ലൊക്കേഷൻ ഡിക്രിമെൻ്റ് ചെയ്യുക എന്നർത്ഥം. ഡിക്രിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു ലൊക്കേഷൻ കുറയും. മനസ്സിലായി? അപ്പോൾ 1000 എന്ന് പറയുന്നത് കുറഞ്ഞാൽ 4 പറയുമ്പോൾ 996 എന്ന് പറഞ്ഞ വാല്യൂ വരും. അതായത് ഒന്ന് കുറയ്ക്കുക എന്നർത്ഥം. അപ്പോൾ ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് ഈ 2 ഓപ്പറേറ്ററുകളാണ് നിങ്ങൾക്ക് പോയിൻ്ററിനെ. ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ കൂട്ടുക, ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ കുറയ്ക്കുക. ഈ 2 ഓപ്പറേറ്റർ നമുക്ക് ചെയ്യാം. പോയിൻ്റർ ലൊക്കേഷൻ കൂട്ടാൻ പോയിൻ്റർ വെച്ചിട്ട് ലൊക്കേഷൻ കുറയ്ക്കും. ഇത്രയും കാര്യങ്ങൾ തൽക്കാലം പറയാനുള്ളൂ.